ഹാലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഹാലേലൂയ. വീണ്ടും ഒരു നല്ല ദിവസം കൂടി നമുക്ക് ഈ ഭവനത്തിൽ കൂടി വരുവാൻ, ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾപ്പാൻ സർവശക്തനായ ദൈവം നമ്മളെ ഒരുക്കിയതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലേലൂയ. പുതിയ ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്. ആൻറ്റി വന്നിട്ടുണ്ട്. സ്തോത്രം. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലേലൂയ. ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ്, വലിയൊരു പ്ലാനാണ്. ഹാലേലൂയ. ഒന്നുമല്ലായിരുന്ന നമ്മളെയൊക്കെ ദൈവത്തിന് ആവശ്യമുണ്ട് എന്ന് പറയുന്നതിലേക്കാണ് നമ്മളെല്ലാം ദൈവം ഇവിടെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യർ നോക്കുമ്പോൾ നമ്മളെ കൊണ്ടൊന്നും വലിയ ഉപയോഗങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ കർത്താവ് നോക്കുമ്പോൾ ദൈവത്തിന് ഉപയോഗപ്പെടുന്ന പാത്രങ്ങളാണ് നമ്മൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളെല്ലാം ദൈവം ഇങ്ങനെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഫലം കായ്ക്കുന്നവരായി മാറുക എന്നാണ്. ആർക്ക് വേണ്ടി ഫലം കായ്ക്കണം? ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കണം. ഹല്ലേലൂയ. നമ്മളൊരു വൃക്ഷം നട്ടാലോ, ഒരു തൈ നട്ടാലോ, ഒരു റോസ നട്ടാലോ, നമ്മൾ റോസ നടുകയാണെങ്കിൽ ഒരു പൂ പ്രതീക്ഷിക്കും അല്ലേ? വെറുതെ കൊണ്ട് ആ കാട്ടുചെടി ആരെങ്കിലും നട്ടു വയ്ക്കുമോ? ഇല്ല. നമ്മളൊരു മാവ് നട്ടാൽ അതിൽ നിന്നൊരു ഫലം പ്രതീക്ഷിക്കും. നമ്മൾ എന്ത് നട്ടാലും, ഒരു പ്ലാവ് നട്ടാൽ ചക്ക പ്രതീക്ഷിക്കും. അതുപോലെ ഒരു പ്രതീക്ഷ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മളൊരു ചെടിയെ നടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വരിക്ക പ്ലാവ്, മനോഹരമായ വരിക്ക തന്നെയാണല്ലോ നമ്മളോട് ബേക്കിൽ വെച്ചിരിക്കുന്ന, കൊണ്ട് നടാനായിട്ട് ഇടയായി. അതിൻ്റെ ഇലയെല്ലാം കോഴി കൊത്തി തിന്നതുകൊണ്ട് അത് ഇതുവരെയും ഫലം കായ്ക്കാതെ നിൽക്കുകയാണ് നമ്മളെ വീട്ടിൽ. മനോഹരമായ ഒരു പ്ലാവ് വാങ്ങി വെച്ചതാണ്. പക്ഷെ എന്തു പറ്റി? കോഴിയെല്ലാം കൊത്തി തിന്നു കൊണ്ടുപോയി ഇല. വാഴ വെച്ചാലും കോഴി തിന്നും, ചെടി വെച്ചാലും കോഴി തിന്നും. ഒന്നിൽ കോഴി അല്ലെങ്കിൽ ചെടി, ഇത് മാത്രമേ വീട്ടിൽ വളരത്തുള്ളൂ. കോഴിയുള്ളവർക്ക് ചെടി വളരില്ല, ചെടിയുള്ളവർക്ക് കോഴിയെ വളർത്താനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാലും നമ്മളൊരു പ്രതീക്ഷയുണ്ടല്ലേ, അത് ഒരിക്കൽ ഫലം കായ്ക്കും. പ്രതീക്ഷയോടെ വെക്കുന്നത്. എല്ലാ ദിവസവും നമ്മളത് വളർന്നോ ഇങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിട്ടുണ്ടല്ലേ, എന്തിനാണ്? ഫലം കായ്ക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? എല്ലാ ദിവസവും ചെക്ക് ചെയ്യും അല്ലേ, നമ്മൾ ഫലം കായ്ക്കുന്നുണ്ടോ, ഫലം കായ്ക്കുന്നുണ്ടോ, ഫലം കായ്ക്കുന്നുണ്ടോ. ഇതാ ദൈവം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളെല്ലാം ദൈവത്തിന് ഫലം കായ്ക്കുന്നവരായി മാറണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ള സങ്കീർത്തനമാണല്ലോ അല്ലേ, 1-ാമത്തെ സങ്കീർത്തനം. എങ്ങനെ നമുക്ക് ദൈവത്തിന് ഫലം കൊടുക്കുന്നവരായി മാറാൻ പറ്റും എന്നുള്ളതാണ്. ഏത് സമയത്ത് നമ്മൾ ഫലം കൊടുക്കണം. നമുക്ക് 1-ാമത്തെ സങ്കീർത്തനം ഒന്ന് വായിച്ചു കേട്ടാലോ? ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചു അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്തിൽ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്തതൊക്കെയും സാധിക്കും. മതി. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ പറ്റിയാണ്. തക്ക കാലത്ത് ഏത് സീസണിലും നമുക്ക് എന്തുണ്ടാവണം? ഫലം ഉണ്ടാവണം. ഒരു വൃക്ഷം ഫലപ്രദമാകണമെങ്കിൽ എന്തെല്ലാം നമുക്ക് വേണം? വെള്ളം വേണം അല്ലേ? വെള്ളം വേണം, കറക്റ്റാണ്. സൂര്യപ്രകാശം വേണം അല്ലേ വളരാനായിട്ട്. ഇത് രണ്ടും നമുക്ക് ആ വൃക്ഷത്തിന് വേണം. പിന്നെ ഒരു കാര്യം കൂടെ വേണം, വളം ചെയ്യണ്ടേ? വളമെല്ലാം നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫലം കായ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ കണ്ടുപിടിക്കാനെന്ന് പോകുന്നത്. നമ്മൾ ഫലം കായ്ക്കാനായിട്ട് നമ്മൾ 1-ാമത് ദൈവവചനം രാപ്പകൽ ധ്യാനിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുന്നവരുമായി മാറണം. ദൈവവചനം വായിക്കുമ്പോൾ സന്തോഷം കിട്ടാറുണ്ടോ? കിട്ടാറുള്ളവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയണം. ഇന്ന് മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലേ സന്തോഷം കണ്ടെത്താൻ ചെയ്യുന്നത്? സന്തോഷം കണ്ടെത്താനുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞേ. മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന, നിങ്ങൾ ചെയ്യുന്നതെന്നല്ല. സന്തോഷം കണ്ടെത്താൻ പൊതുവെ മനുഷ്യർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അയ്യോ, ഒന്നും അറിയത്തില്ലയോ? മദ്യപിച്ച് സന്തോഷം കണ്ടെത്തുന്നവരുണ്ടല്ലേ, ക്ലബ്ബുകളിൽ പോയി സന്തോഷം കണ്ടെത്തുന്നവരുണ്ട് ഇല്ലേ? അങ്ങനെയൊന്നും ഇല്ലേ? നിങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടേ? അങ്ങനെ സന്തോഷം കണ്ടെത്തിയിരുന്ന ഒരു ജീവിതത്തിനകത്തുനിന്നൊക്കെ കയറി വന്നതാണ് കേട്ടോ, അല്ലയോ? പിന്നെ ഷോപ്പിങ്ങിന് പോയി സന്തോഷം കണ്ടെത്തുന്നവരുണ്ടല്ലേ, ഭക്ഷണം കഴിച്ച് സന്തോഷം. യാത്രകൾ ചെയ്ത്. എനിക്കറിയാവുന്ന ഒരു സഹോദരിയുണ്ട്. ആ സഹോദരി എന്ത് ചെയ്യുന്നറിയാമോ? ബോറടിക്കുമ്പോൾ യാത്ര ചെയ്യാമെന്ന് പറയും. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് യാത്ര ചെയ്താൽ മനസ്സിന് സന്തോഷമുണ്ട്. അപ്പോൾ ഈ യാത്ര തീരുമ്പോഴും പഴയതുപോലെ തന്നെയല്ലേ? പഴയതുപോലെ വീണ്ടും ആ സാഹചര്യത്തിൽ തിരിച്ചു വരണം. ചില ആൾക്കാരുണ്ട് ഭയങ്കര ഒരു സിനിമ കണ്ടേക്കാം, അങ്ങനെ ഒരു സന്തോഷം കിട്ടും അല്ലേ? 2.5 മണിക്കൂർ നല്ല സന്തോഷമായിരിക്കും. അപ്പോൾ അത് കഴിയുമ്പോഴും സന്തോഷമെല്ലാം പോയില്ലേ? പഴയതുപോലെ നമ്മുടെ ആ സാഹചര്യത്തിൽ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചു വരണം. അങ്ങനെ പല രീതിയിൽ ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ മനുഷ്യർ സന്തോഷം കണ്ടെത്താനായിട്ട് ഓടി നടക്കുന്നത് എന്തുകൊണ്ടാണ്?
അവർക്ക് മറ്റ് സന്തോഷങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്തല്ല, ഇതൊന്നുമല്ല നമ്മുടെ സന്തോഷം. എന്തിലാണ് നമ്മുടെ സന്തോഷം? വേർഡ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ നമ്മുടെ സന്തോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലുള്ളത് എന്ത് തരാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷവും തോന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ രാപ്പകൽ ഇത് നമ്മുടെ സന്തോഷമായി മാറണം. ശരിക്കും നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ചില മർമ്മങ്ങൾ, ചില വെളിപ്പാടുകൾ നമുക്ക് കിട്ടുമല്ലേ? ആ വെളിപ്പാടിൻ്റെ വെളിച്ചത്തിൽ വേണം പിന്നെ നമ്മൾ നടക്കാൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതും രണ്ടും രണ്ടാണ്. വായന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ വായിച്ചു കേട്ടാൽ വെറുതെ ഒരു സങ്കീർത്തനം എടുക്കുന്നു, നമ്മൾ വായിക്കുന്നു. അപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞാലോ, നമ്മളതിനെ മനസ്സിലാക്കുക, ആഴത്തിൽ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിലടങ്ങിയിരിക്കുന്ന ദൈവീകമായ മർമ്മങ്ങൾ, അല്ലെങ്കിൽ മിസ്റ്ററീസ്, അല്ലെങ്കിൽ വെളിപ്പാടുകൾ നമുക്ക് കിട്ടാനായിട്ടിടയാവും. പിന്നെ നമ്മൾ നടക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ആ വെളിപ്പാടിന് അനുസരിച്ചായിരിക്കണം. നമുക്ക് കിട്ടിയ ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. പിന്നെ നമ്മൾ അറിഞ്ഞ വചനത്തിലേ നടക്കാവൂ, ആ സത്യത്തിലേ പിന്നെ നമ്മൾ നടക്കാവൂ. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പോൾ മനസ്സിലാവും. അപ്പം എനിക്കൊരു വചനം ഇങ്ങനെ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായമല്ലേ, 1 കൊരിന്ത്യർ 3:3 16-17 അല്ലേ, 16-17 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. വാക്യം ഒന്ന് വായിച്ചോട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവും നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? മതി. അപ്പോൾ ആ ഒരു വാക്യം ഞാൻ എക്സാമ്പിളായിട്ട് പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് ആ വാക്യത്തിലൂടെ എന്ത് മനസ്സിലായി? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. അപ്പം ഞാൻ ആരാണ്? ദൈവത്തിൻ്റെ മന്ദിരം. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ഈ ഒരു സത്യമാണ് വചനം വായിച്ചപ്പോൾ മനസ്സിലായെന്ന് വെക്കുക. ഞാൻ ഇന്നോട്ട് നടക്കുമ്പോൾ എങ്ങനെ നടക്കും? ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. ആ ഒരു ബോധ്യത്തോടെ നടക്കണം. കാരണം ഞാൻ വചനം വായിച്ചാൽ പോരാ, ഞാൻ വചനമായി മാറണം. മനസ്സിലാവുന്നുണ്ടോ? വചനമായി ഞാൻ മാറണം. ഞാൻ നടക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ഭവനമാണ് ഞാൻ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഞാൻ ജോലി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഞാൻ ഈ കിച്ചണിൽ പോയ അവിടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. എന്തുകൊണ്ടാ? ദൈവം എന്നിലാണ് വസിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ എങ്ങനെ നടക്കാൻ തുടങ്ങി? ഈ വചനത്തിൻ്റെ വെളിപ്പാടിൽ ഞാൻ നടക്കാൻ തുടങ്ങി. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലായി. പിന്നെ നമ്മളിവിടെ വിട്ട് പുറത്ത് ഇറങ്ങിക്കഴിയുമ്പോഴോ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ളത് നമ്മൾ മറന്നുപോയി. സ്വാഭാവികമായിട്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ ലോകവുമായി മിങ്കിൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒരു വെളിപ്പാട് വചനത്തിൽ നിന്ന് വായിക്കുക, അത് നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്താൽ പിന്നെ നമ്മൾ ആ പ്രകാശത്തിൽ നടക്കണം. എങ്കിലേ എൻ്റെ കാലിന് അത് ദീപമായി തീരത്തുള്ളൂ. വചനത്തിൻ്റെ വായനയല്ല കാലിന് ദീപമായി തീരുന്നത്. ഞാൻ വചനമായി ജീവിക്കുമ്പോഴാണ് അതെന്നിൽ ജീവനായി വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു, ആ ഒരു ബോധ്യത്തോടെ. അങ്ങനെ ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് എന്താ പ്രത്യേകത വരുന്നത്? വിശ്വസിക്കുന്നവരിൽ വചനം വ്യാപരിക്കുമെന്ന്. വിശ്വസിക്കുന്നവരെയും വചനം വ്യാപരിക്കും. അപ്പം ഞാൻ അത് വിശ്വസിക്കുകയും ആ കാഴ്ചപ്പാടിൽ ഞാൻ നടക്കുകയും ചെയ്യുകയാണ്. രോഗങ്ങൾ എന്നോട് അടുത്ത് വരാം, പിശാച് എന്നോട് അടുത്ത് വരാം, ലോകമോഹം എന്നോട് അടുത്ത് വരാം. പക്ഷെ ഇതൊന്നും എന്നെ തൊടത്തില്ല. എന്തുകൊണ്ടാ? എൻ്റെ ഉള്ളിൽ ഈ വചനത്തിൻ്റെ പ്രകാശം ഇരിക്കുക. പാപം ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയായി ഞാൻ പതുക്കെ പതുക്കെ മാറും. എന്തുകൊണ്ടാ? ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ ഇരിക്കുക. ഈ ബോധ്യം എൻ്റെ അകത്ത് കിടക്കുക കേട്ടോ. എന്ത് കാര്യം ചെയ്യാൻ പോയാലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇന്നത്തെ യുവതലമുറകൾക്കൊന്നും ഇല്ലാതെ പോകുന്നത് ഈ വചനത്തിൻ്റെ വെളിച്ചമാണ്. അതുകൊണ്ട് നമ്മൾ അവരെന്ത് ചെയ്യണം? ഉപദേശിച്ച് എല്ലാ കാര്യവും ചെയ്യാൻ പോകുമ്പോൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. എന്നാൽ ഈ വെളിച്ചകത്ത് വന്നവൻ്റെ ഉള്ളിലോ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അവന് ഓൾറെഡി ആ ബോധ്യത്തിലാണ് നടക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്, അശുദ്ധിയായതിലൊന്നും ഞാൻ പോകാൻ പാടില്ല, വേണ്ടാത്തതൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല, തെറ്റായ ഒരു വാക്കുപോലും എൻ്റെ അധരത്തിൽ നിന്ന് വരാൻ പാടില്ല. എന്തുകൊണ്ടാ? ഈ ബോധ്യം, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുകയാണെന്നുള്ള ബോധ്യം എൻ്റെ അകത്ത് കിടക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? വചനം നമ്മൾ വായിക്കുകയും നമ്മൾ വചനമായി ജീവിക്കുകയും ചെയ്യണം. അപ്പോൾ മാത്രമേ എന്തുണ്ടാവൂ? അതിലൊരു സന്തോഷം ഉണ്ടാവും. അല്ലാതെ ഞാൻ എന്തെങ്കിലും കാര്യമുണ്ടോ എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ വചനം വായിച്ചു എന്ന് പറഞ്ഞ് ഞാൻ വചനത്തിൽ ജീവിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. എനിക്കൊരു മാറ്റവും ഉണ്ടാകില്ല. ഞാൻ അങ്ങനെ തന്നെ ഇരിക്കും. കർത്താവിന് വേണ്ടി ഫലം കൊടുക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. ഒന്ന്, നമ്മൾ വചനം ധ്യാനിക്കുകയും അതിൽ സന്തോഷിക്കുകയും നമ്മൾ വചനമായി ഈ ലോകത്തിൽ ജീവിക്കുകയും വേണം. ഇപ്പോൾ സർവശക്തനായ
ദൈവം വചനമായിരുന്നവൻ എന്ത് ചെയ്തു? ജഡമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. തൻ്റെ വായിൽ നിന്ന് എല്ലാവരും കേട്ടത് എന്താ? വചനമല്ലേ? അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ വചനമായി ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാവരും എന്ത് കേൾക്കണം? വചനം കേൾക്കണം. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്ന കർത്താവേ, എന്നെയും അതുപോലെ ഒന്നാക്കി തീർക്കണം. അങ്ങ് വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി ലോകത്ത് പാർത്തു വെളിച്ചം കൊടുത്തെങ്കിൽ എന്നെയും അങ്ങൊരു വചനത്തെ പോലെ ആക്കി മാറ്റി അനേകർക്ക് വെളിച്ചം കൊടുക്കുവാൻ, ഇരുട്ടിലിരിക്കുന്ന അനേകരെ കരം പിടിക്കുവാൻ എന്നെയും കൂടെ ഉപയോഗിക്കണേ കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ എൻ്റെ അകത്തേക്ക് കയറിയപ്പോഴാ ഹല്ലേലൂയ എനിക്കത് മനസ്സിലാകാനായിട്ടിടയായിത്തീർന്നു. എത്രയോ പേർ ഇരുട്ടിലായിരിക്കുന്നത്, അവർക്കെല്ലാം വെളിച്ചം കൊടുക്കാൻ ദൈവം കണ്ടിരിക്കുന്നത് നമ്മളെയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ആ ജീവന്റെ വെളിച്ചമുള്ളവർ ആകും. ഹല്ലേലൂയ. ഈ വചനത്തിലൂടെയുള്ള ജീവൻ നമ്മുടെ ഉള്ളിൽ കിട്ടും തോറും നമ്മൾ പ്രകാശിക്കുന്നവരായി തീരും. അനേകം ജാതികൾ നിങ്ങളുടെ പ്രകാശത്തിലേക്ക് വരും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വരും. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ സഹോദരി സഹോദര എന്ന് പറഞ്ഞ് അനേകം ദൈവത്തെ അറിയാത്ത മക്കൾ നിങ്ങളുടെ പ്രകാശത്തിലേക്ക് വരാനായിട്ടിടയാവും. രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്ക് വരുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ആ വചനത്തിന്റെ പ്രകാശത്തിൽ നമ്മൾ നടക്കാനായിട്ടിടയായിത്തീരണം. അപ്പൊ ദൈവത്തിന് വേണ്ടി ഫലം കൊടുക്കുന്നവരായി നമുക്ക് മാറാനായിട്ട് സാധിക്കും. അടുത്ത കാര്യം എന്ത് ചെയ്യണം? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ വചനത്തിന്റെ നിറവിൽ ജീവിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിനാൽ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കും എന്നാ പറയുന്ന? ആറ്റരികത്ത് നട്ടിരിക്കുന്നത്. ആര് നട്ടിരിക്കുന്നത്? ദൈവം നട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ നമ്മളായിത്തീരും. നദീതീരത്ത് നിൽക്കുന്ന വൃക്ഷവും മരുഭൂമിയിൽ നിൽക്കുന്ന വൃക്ഷവും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? വെള്ളം കിട്ടാത്തടത്ത് നിൽക്കുന്ന ഒരു വൃക്ഷവും വെള്ളം കിട്ടുന്നിടത്ത് നിൽക്കുന്ന വൃക്ഷവും. വെള്ളം കിട്ടുന്ന ഇടത്ത് നിൽക്കുന്ന വൃക്ഷത്തിന് എന്തേലും വാട്ടം സംഭവിക്കും? ഏത് സീസൺ മാറി മാറി വന്നോട്ട്, കാലാവസ്ഥ ചേഞ്ച് ആയിക്കോട്ടെ, വൃക്ഷത്തിന് എന്തെങ്കിലും പറ്റുമോ? എന്തുകൊണ്ടാണ്? അതിൻ്റെ വേരെവിടെയായിരിക്കുന്നത്? ഈ ആറ്റിൻ്റെ തീരത്ത് നട്ടിരിക്കുന്നതുകൊണ്ട് ആറ്റിലേക്ക് ഇതിൻ്റെ വേരിറക്കിയിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, എന്തെല്ലാം ശോധന വന്നാലും, എന്തെല്ലാം കഷ്ടപ്പാട് വന്നാലും ഈ നിൽപ്പ് എവിടെ നിൽക്കണം? ഈ പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ നമ്മൾ നിൽക്കണം. ദൈവവചനത്തിൻ്റെ കരയിൽ നമ്മൾ നിൽക്കണം. അതിൽ നിന്ന് നമ്മുടെ വേരിനെ എടുത്തുകൊണ്ട് പോകരുത്. അതിൽ തന്നെ ഡീപ്പായിട്ട് റൂട്ട് ചെയ്യണം. ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണം. അപ്പം എന്ത് പറ്റും? അതിനെ വലിച്ചെടുത്ത് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആത്മനദിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ആത്മനദിയിൽ നിന്ന് ആ ജീവൻ വലിച്ചെടുത്ത് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് ഒരു കാലത്തും ഉഷ്ണം വന്നാലും ശീതം വന്നാലും ഒന്നും നമുക്കൊരു പ്രശ്നവുമില്ല. കാരണം എന്താ? ഇതൊന്നും നമ്മളെ വലയ്ക്കത്തില്ലെന്ന്, രോഗം വന്നില്ലെന്നല്ല, പ്രതിസന്ധി വന്നില്ലെന്നല്ല, പ്രതികൂലം വന്നില്ലെന്നല്ല. നട്ടതാരാ? ദൈവമാണ്. നട്ടിരിക്കുന്നത് ദൈവമാണ്. ഒരു ദേശത്ത് എന്നെയും നിങ്ങളെയും ദൈവം നട്ടിട്ടുണ്ടെങ്കിൽ എത്ര കൂട്ടം കൂട്ടമായി പിശാച് എഴുന്നേറ്റാലും, ആഭിചാരകന്മാർ എഴുന്നേറ്റാലും, മന്ത്രവാദികൾ എഴുന്നേറ്റാലും, കുടുംബത്തെ തകർക്കാൻ ആരെല്ലാം എഴുന്നേറ്റാലും നട്ടിരിക്കുന്നത് ദൈവമാണെങ്കിൽ നിങ്ങളെ പറിച്ചു കളയാനോട്ട് ഒരുത്തന് പറ്റത്തില്ല. ഒരു മനുഷ്യന് നേരെ നിൽക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ? നട്ടിരിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം നട്ടവനെ ആര് പിഴുത് കളയാൻ? കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈകളെല്ലാം വേരോടെ പിഴുതു മാറും. എന്നാൽ ദൈവം നട്ടതിനെ പിഴുത് കളയാനായിട്ട് ആർക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. പലരും പല ശ്രമങ്ങളും നടത്തിയേക്കാം നിങ്ങളുടെ ഈ കുടുംബത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന് പറയുകയാണ്, ദൈവമാണ് നിങ്ങളെ നട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളുടെ തലമുറകളെയോ തൊടുവാൻ ശത്രുവിന് യാതൊരു അവകാശവുമില്ല. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതെ, ദൈവമാണ് എന്നെ നട്ടിരിക്കുന്നതെങ്കിൽ ഈ ദേശത്ത് ഞാൻ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കും. ഹല്ലേലൂയ. തക്ക സമയത്ത് ഞാൻ ഫലം കായ്ക്കും. എൻ്റെ ഇലകൾ വാടത്തില്ല. പ്രശ്നങ്ങൾ വന്നാലോ, പ്രതിസന്ധികൾ വന്നാലോ, രോഗങ്ങൾ വന്നാലോ, ഭാരങ്ങൾ വന്നാലോ എൻ്റെ ഇല വാടാത്തതിന് കാരണം എന്നെ ദൈവം നട്ടിരിക്കുന്നതാണ്. ഞാൻ ആറ്റരികത്താണ് നിൽക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ നദിയിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ
ആ ജീവനിൽ ഞാൻ വളരാനായിട്ട് ഇടയായിത്തീരും. സാഹചര്യങ്ങൾ എങ്ങനെ വേണോ മാറി വന്നോട്ടെ, അതൊന്നും നമുക്ക് വിഷയമല്ല. ഹല്ലേലൂയ. എന്തോ പ്രശ്നങ്ങൾ വന്നാലും ലോകം മൊത്തം ഇളകി മറിഞ്ഞാലും നമ്മൾ ഇളകത്തില്ല. നമ്മൾ ദൈവം നട്ട വൃക്ഷമായതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ഫലം കായ്ക്കുന്നവരായി നമ്മൾ മാറും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മൾ ഫലമുള്ളവരായിരിക്കണം. ദൈവത്തിന് വേണ്ടി ഫലമുള്ളവരായിരിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അതിൻ്റെ 17-ാം അധ്യായമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ആർക്കെങ്കിലും അറിയാമെങ്കിൽ വായിക്കാം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, ഫലം കായ്ക്കാനായി ആക്കി വെച്ചിരിക്കുന്നു തുടങ്ങുന്ന ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാൻ 15-ലാണെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ വായിക്കാം കേട്ടോ. യോഹന്നാൻ 15-16 സ്തോത്രം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചു വരികയും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തല്ലേ? നമ്മളാണോ യേശുവിനെ തിരഞ്ഞെടുത്തത്? അല്ല. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ യേശുവിൻ്റെ കണ്ണ് നമ്മളെ കാണുകയും നമ്മളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എന്തിനാണ് തിരഞ്ഞെടുത്തത്? ഫലം കായ്ക്കാൻ. നിങ്ങൾ പോയി ഫലം കായ്ക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഫലം നിലനിൽക്കണം. കായ്ച്ചാൽ മാത്രം മതിയോ? ഫലം കായ്ച്ചിട്ട് അതങ്ങ് പൊഴിഞ്ഞു പോയാൽ മതിയോ? ഇല്ല. ഫലം നിലനിൽക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ആരെല്ലാമാണോ നിങ്ങളുടെ ജീവിതത്തെ തകർക്കുമെന്ന് പറഞ്ഞത്, അവൻ ഫലം കാണണം. ഹല്ലേലൂയ. അവൻ ഫലം കാണണം. ചിലരെല്ലാം അതിൽ നിന്ന് ഫലം പറിച്ച് കഴിക്കണം. നിങ്ങളുടെ ഇല രോഗശാന്തിക്ക് ഉതകണം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ജീവ ജല നദി ഒഴുകുന്നതിൻ്റെ അക്കരെയും ഇക്കരെയും ജീവവൃക്ഷങ്ങളുണ്ടല്ലേ? അവയ്ക്ക് എന്ത് പറ്റും? ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അല്ലേ? അങ്ങനെ ഒരു വാക്യമുണ്ട്. നിങ്ങൾക്കറിയാമോ? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കണമെന്ന് വിചാരിച്ചല്ലേ? എങ്കിലും വായിക്കാം. യെഹെസ്കേൽ 37-ലാണെന്നാണ് തോന്നുന്നത്. യെഹെസ്കേൽ 37-ാം അധ്യായം എന്ന് ഞാൻ ചിന്തിക്കുന്നു. 37-ആണോ 47-ആണോ? 47-ആണ് കേട്ടോ. യെഹെസ്കേൽ 47 അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെഹെസ്കേൽ 47:12. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47:12-13 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോവുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നത്, നിങ്ങൾ ഫലം കായ്ക്കാൻ വിളിക്കപ്പെട്ടവരാ. നിങ്ങളിൽ ഫലമുണ്ടാകും. എല്ലാ മാസവും ഫലമുണ്ടാകും, എല്ലാ വർഷവും ഫലമുണ്ടാകും. ബൈബിൾ പറയുന്നു, വാർദ്ധക്യത്തിൽ നീ ഫലം കായ്ക്കും, പച്ച വെച്ചും പുഷ്ടി വെച്ചും ഇരിക്കും. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ഫലം കായ്ക്കാൻ പറ്റിയ വാർദ്ധക്യത്തിൽ. രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എപ്പോഴാണ് MP MLA ഒക്കെ ആവുന്നത്? ചെറുപ്രായത്തിലാണ്. മന്ത്രിയൊക്കെ ആയിരിക്കുന്ന ആൾക്ക് പ്രായം ഉണ്ടോ ഇല്ലയോ? ഇല്ലേ? ഉണ്ട്. അപ്പോൾ നമുക്ക് ഫലം കായ്ക്കാൻ ഏറ്റവും നല്ല സീസൺ ഏതല്ലേ കുഞ്ഞെ? അമ്മയ്ക്ക് പറ്റി അല്ലേ ഫലം കായ്ക്കാൻ പറ്റുന്നത്? ആന്ന്. ആൻറ്റി പറയാം, ആൻറ്റിക്കൊന്നും ഇന്നില്ല. കർത്താവ് ഫലം കായ്ക്കാൻ വേണ്ടി വിളിച്ചതാ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും. ഹല്ലേലൂയ. കേട്ടോ? അപ്പോൾ ഇന്നൊരു തീരുമാനം എടുക്കുമല്ലോ, ഞാൻ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കും. ഹല്ലേലൂയ. എന്താണ് കർത്താവേ എന്നിൽ നിന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന ഫലം? അത് ഞാൻ കായ്ക്കാൻ റെഡിയാണ്. ദൈവം വെള്ളം ഒഴിക്കാൻ റെഡിയാണ്, വളമിടാൻ റെഡിയാണ്, എല്ലാത്തിനും ദൈവം റെഡിയാണ്. നിങ്ങളുടെ ജീവ നദി തീരത്ത് കർത്താവ് നട്ടിരിക്കുകയാണ്. ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിങ്ങളെ കർത്താവ് നട്ടിരിക്കുകയാണ്. വചനത്തിൻ്റെ വെളിപ്പാടുകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. പക്ഷെ വളരണം, ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കണം. പൗലൂസ് പറയുക, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവമില്ലയോ കാര്യമുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെള്ളം ഒഴിക്കുന്നതായിരിക്കും, നട്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്താൽ മതി? വളർന്ന് ദൈവത്തിനായി ഫലം
കായ്ക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അതെ, എനിക്ക് എൻ്റെ യേശുവിന് വേണ്ടി ഈ ദേശത്ത്, ദൈവം നട്ടിരിക്കുന്ന ഈ ദേശത്ത് ഫലം കായ്ക്കണം. അനേകം ജാതികൾ എൻ്റെ ഫലം കണ്ടു വരണം. അനേകർക്ക് എൻ്റെ ഇല രോഗശാന്തിക്ക് ഉതകണം. ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ സൗഖ്യമാകണം. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ ആത്മാവിൻ്റെ ആഴത്തിൽ വളരുന്നവരായി തീരാം. തക്ക കാലത്ത് ഫലം കായ്ക്കുന്നവരായി നമുക്ക് മാറാം. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ വചനം, ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാവരെയും അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളോട് പറഞ്ഞതുപോലെ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നവരായി ഞങ്ങളെ അങ്ങ് മാറ്റണം. അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഫലം ഞങ്ങളിൽ ഉണ്ടാകട്ടെ കർത്താവേ. ആത്മാവിൻ്റെ ആ നദിയിൽ ആഴത്തിൽ വേരൂന്നി ഈ നാളുകളിൽ ദൈവീക മർമ്മങ്ങളും ദൈവീക വെളിപ്പാടുകളും ഗ്രഹിക്കാനും അനേകർക്ക് അത് പറഞ്ഞു കൊടുക്കാനും ഈ ലോകത്തിൽ വെളിച്ചമായി തീരാനുമുള്ള കൃപ അങ്ങയുടെ മക്കൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ആയിരിക്കുന്ന കുടുംബങ്ങളെ മുഴുവൻ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അവർ ദൈവരാജ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവ നദിയുടെ തീരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളായി മാറട്ടെ കർത്താവേ. അങ്ങേക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരട്ടെ. ഒരു ദോഷവും അവർക്ക് തട്ടാതെ വണ്ണം എൻ്റെ കർത്താവ് കാത്തുകൊള്ളണം. ദുഷ്ടന്റെ കെണികളിൽ അവർ അകപ്പെട്ടു പോകരുത്. യേശുവിൻ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവരും അവരുടെ തലമുറകളുടെ അവരുടെ കുടുംബവും ദേശത്തിന് അനുഗ്രഹമായി, ദൈവരാജ്യത്തിന് അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.